ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ അലിഗേറ്ററിൻ്റെ കുളം വെറുതെ ഈ ഓസ് വെച്ചിട്ട് ഒന്ന് വറ്റിക്കാൻ പറ്റുമോ നോക്കാം. സുഖമല്ല, അപ്പോൾ വല്ലാണ്ട് മല്ലി കെട്ടാനൊന്നും വയ്യ. വെറുതെ ഓസ് വെച്ചിട്ട് വെള്ളം പുറത്തേക്ക് ഇടുക, പിന്നെ കുറച്ച് വെള്ളം കയറ്റി കൊടുക്കുക. ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല, വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പുതിയ വെള്ളം കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അലിഗേറ്ററിനൊന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മളെ കിളിൻ്റെ അടുത്ത് ഇതാക്കണ കിളികളൊക്കെ ഇതാക്കുന്ന തന്നെ ഉണ്ട്. നമ്മൾ ചോട്ട് ഇതാക്കണ മിട്ടൂസ് ഇതാ മിട്ടു. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലും കൈ വെച്ച് കൊടുക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാ ഫുഡുണ്ട്, കപ്പിരി ഉണ്ട്, ഇതിലൊക്കെ ഫുഡുണ്ട് കേട്ടോ. വെള്ളം മാറ്റി കൊടുത്ത് രാവിലെ ചോട്ട് ഇതാക്കണോടെ നിൽക്കണേ. ചോട്ടുമണി. അപ്പം നമുക്ക് എന്താക്കാം, അത് നോക്കാം. അലിഗേറ്ററിൻ്റെ വെള്ളം മാറ്റാം. അതാക്കണ ഇങ്ങനെ ഒരു ഓസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഈ ഓസിൻ്റെ തട്ടത്ത് ഒന്ന് വലിച്ചു കൊടുക്കാം. വെള്ളം വരുന്ന കാണുന്നില്ല. വരുന്നുണ്ട്. എന്ത് പൊട്ടണത്? അപ്പോൾ ഇതാക്കണം കേട്ടോ. വെള്ളം കുറച്ച് ഇങ്ങനെ വരുന്നുള്ളൂ. ഒരു ഓസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കും, സ്പീഡായിട്ട് കിട്ടുമായിരുന്നു. നോക്കാം നമുക്ക്. അതേമാതിരി കുറച്ച് അങ്ങോട്ട് വറ്റി പോട്ടെ. ഫുള്ള് പച്ച കളറാട്ടോ അതൊക്കെ. നമുക്ക് പിന്നെ ഫുള്ള് ആൾക്കേ കാണാൻ പറ്റുന്നില്ല. എന്തായാലും കുറച്ചങ്ങോട്ട് വറ്റട്ടെ, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മളെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി ഏകദേശം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഓരോ വറ്റിക്കാനൊന്നും എന്തായാലും വയ്യ. അതാക്കണേ അലിഗേറ്റർ ഇതാ മുഴു 5 ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 ബാക്കിയുള്ളൂ. അതിൽ ഒന്നിന് നല്ല ഡാമേജും ഉണ്ട് കേട്ടോ. നമ്മൾ അലിഗേറ്റർ ഫുഡില്ലായിട്ട് അലിഗേറ്റർ പണി കൊടുക്കുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പോൾ കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് പിന്നെ വെള്ളം നിറച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കും. അവിടെ പോയി തുറന്നിട്ട് വാ. വെള്ളം അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. ക്ലീൻ ചെയ്യാനൊന്നും ഇപ്പോൾ എന്തായാലും നമുക്ക് വയ്യ. അപ്പം അതിൻ്റെ മക്കളാണ് കുറച്ച് വെള്ളമൊക്കെ മുക്കി പുറത്തേക്ക് ഒഴിച്ച് ഇതാക്കിയത്. ഇങ്ങോട്ട് വാങ്ങിയാ പനോട്ടികൾ പോയിട്ടേ അവിടെ കല്ലുപ്പില്ലേ പാക്കറ്റിൽ എടുത്തിട്ട് വാ. അലിഗേറ്റർ നല്ല വണ്ണം വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വളർച്ചപ്പം ഇപ്പോൾ പഴയമാതിരിക്ക് നല്ല പെട്ടെന്ന് വളരുന്നില്ല. അതെന്താ വെച്ചാൽ ഫുഡിൻ്റെ കുറവാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഫുഡൊന്നും ഇട്ട് കൊടുക്കാൻ. മറ്റേ ഞാനിങ്ങനെ ഈ ആഫ്രിക്കൻ മുഴുവൻ ഗോൾഡൻ ഫിഷോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാനും. കല്ലുപ്പ് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എലിമോൻ ഇത്രയും വലുതായില്ലേ?
ഹായ് അങ്ങനെ മാറോ അലിമോനതാകാൽ ഞങ്ങൾ വെള്ളം വറ്റിച്ചപ്പോൾ ഇതാ പൊന്തി വരികയാണ്. അലിമോൻ താഴെയാണ് എപ്പോഴും ഇരിക്കുക. മുഴുകളും നമ്മൾ തീറ്റ ഇട്ട് കൊടുത്താൽ അത് പൊന്തി വരും. ഈ രണ്ട് മുഴുവൻ എന്തായാലും അലിഗേറ്ററും ഓരെല്ലാവരും കൂടി ബാക്കിയുള്ളവർ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അലിഗേറ്റർ മുഴുവനൊക്കെ കടിച്ച് മുറിയാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അലിയാണ് മൂന്ന് അല്ലേ? അന്നൊക്കെ ഞങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ ചെറുതായിരുന്നു ഗൈസ്. ഇപ്പൊ വലുതായി കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് വലുതായി. കമൻട്രി പറയുന്ന ആൾക്കാർ ഇതാക്കണം ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടേ. രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട്. ഞാനോ കൈ കൊടുത്താ അലിഗേറ്റർ കൈയിട്ട് കൊടുക്ക്. അല്ല എൻ്റെ അലിഗേറ്ററിൻ്റെ മുന്നിൽ കൈ വെക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം ഒന്ന് ഇതാകട്ടെ കേട്ടോ, ഒന്ന് ഫില്ലാകട്ടെ. അപ്പോൾ നമുക്ക് തന്നെ നമുക്ക് എന്താക്കാം, നമ്മളപ്പുറത്തുള്ള കുളത്തിൽ ഇതിൽ ലേശം വെള്ളം നമുക്ക് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ, നല്ല ക്ലിയറാണ്, ഫുൾ ക്ലിയറാണ്. വെള്ളമൊക്കെ നല്ല ക്ലിയറാണ്. ഇത് നമ്മൾ പ്ലാന്റ് ടാങ്ക് ആണല്ലോ, അപ്പോൾ വെള്ളം കുറച്ച് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ല രസമാട്ടോ. ഇതിൽ കുറച്ച് മോളിയൊക്കെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബ്രീഡാവുന്ന ഇറങ്ങിക്ക്. ലേശം വെള്ളം ഇതിൽ വെയിലായതുകൊണ്ട് ലേശം വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ കിളികളൊക്കെ ഒന്നും കാണാം. നമ്മളെ ചോട്ടു ഇതാക്കണ ഇവിടെ. ചോട്ടു ചോട്ടുമണി പക്ഷെ എൻ്റെ പൊന്നെ എന്താണ് ചോട്ടുവിന് ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും ഇങ്ങനെ കൈ വെക്കുമ്പോൾ ആ കൈ വെക്കണതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് ദേഷ്യ കേട്ടോ. ചോട്ടുമണി നമ്മളെ ഈ ഫിഞ്ചസിൻ്റെ പെയർ ഞാൻ നോക്കുമ്പോൾ ചത്ത് കിടക്കുക കേട്ടോ. എനിക്ക് പെയറില്ല. ഇപ്പം മെയിലാണോ ഫീമെയിലാണോന്ന് അത് അറിയില്ല. വൈറ്റ് ഉണ്ട്. പിന്നെ ഇതിലുള്ള ഫിഞ്ചസിന് രണ്ടെണ്ണം ഉള്ളത്. ഇത് ഇതാക്കണം, ആ വൈറ്റും ഇതും. അപ്പോൾ ഇവരെ രണ്ടാളെ, ഈ ഫിഞ്ചസുകളെ രണ്ടാളെ നമുക്ക് എന്താക്കണം, ഇതിലേക്ക് പിടിച്ചിടണം. അപ്പോൾ പകല് നടക്കുമെന്ന് തോന്നില്ല, രാത്രി ആയിട്ടാകുമ്പോൾ ചെയ്യണം. പിന്നെ ഞാൻ വേണമെങ്കിൽ എന്താക്കാം, നമ്മളെ മുട്ട ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ. അതിലുള്ള മുട്ട ഒന്ന് കാണിച്ചു തരാം. നോക്കണ ഈ പിടിയൊക്കെ അല്ലേ നോക്കണ, ഇവിടെ ഈ കൂടിൻ്റെ പിടി ഇവിടെയൊക്കെ തുറക്കുന്ന അതൊക്കെ കൊത്തി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പിടിച്ച് അതാക്കണം ഇങ്ങനെ ഇതൊക്കെ കൊത്തി നാശാക്കിയിട്ടുണ്ട്. വേറെ പണി അതാക്കണം. ഇപ്പോൾ ഫോണ് കൊത്തുകയാണ്.
ആക്കണം 5 മുട്ട ഉണ്ട് കേട്ടോ. മാറി ചോട്ടും മിട്ടും വന്നിട്ട് കോക്കും മിട്ടും വന്നിട്ട് ഇതാക്കണം അതിലേക്ക് കയറാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വേഗം നമ്മൾ മൂടുകയാണ്. അപ്പോൾ മുട്ടയൊക്കെ കണ്ടില്ലേ? അപ്പോൾ 2 വേറെയാണോ 3 വേറെ നിൽക്കുന്നത്, 2 വേറെ നിൽക്കുന്നത്, അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ സ്ഥിതി അറിയില്ല കേട്ടോ. ഇതാക്കണ അമ്മച്ചന് ഇതാക്കണ സൈഡിൽ പേടിച്ചിന് ഇതാക്കണം. അവർക്കറിയാം നമ്മളൊന്നും ചെയ്യില്ലാന്ന്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഏന്തി നോക്കുക. ആദ്യത്തെ കുട്ടികളാണ് ഇതിൻ്റെ മേലേക്ക് ഇരിക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല ഇതുവരെ. ഈ ഒരാഴ്ചയും കൂടി നമ്മൾ നോക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ആക്കി കൊടുക്കും കേട്ടോ. വേണം കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയതാണ് കൂടുണ്ടാക്കണവരെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ആക്കി കൊടുക്കും. അപ്പോൾ അതിൽ നമ്മൾ വെള്ളം നിറഞ്ഞൊന്നും നോക്കട്ടെ കേട്ടോ. നിറയൊന്നും വേണ്ട, ഒരു ആവറേജ് വെള്ളം. ഇപ്പോൾ വേനൽക്കാലല്ലേ, കുറച്ച് വെള്ളം മതി. ഇനി പൂട്ടറാ, അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. ഇത് മതി. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ വെള്ളം കുറച്ചും കൂടി ആക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് ഊറിക്കോളൂ കേട്ടോ. നമ്മൾ ഒന്നും കൂടി നീ എന്നോടൊന്ന് തുറക്കാൻ പറയും. നമ്മൾ അപ്പുറത്തെ ടാങ്കിൽ വെള്ളം അടിച്ചില്ലല്ലോ. ഫുള്ള് തുറന്നമ്മ, ഫുള്ള് തുറ. ഞാനത് പിടിയടാ, ഇവിടെ പിടി. വിട്ടോ കുറച്ച് നേരം ഇതിലും വെള്ളം ഇട്ടോ കേട്ടോ. ഇതിൽ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് അധികം വെള്ളം അടിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷേ ഇതേമാതിരിക്ക് പ്ലാന്റ് ടാങ്ക് ആണെങ്കിൽ ഇത് ക്ലിയർ ആയി കിട്ടോ വെള്ളം. മറ്റേത് കെപ്പിനൊക്കെ ഇട്ടായ ഇതേമാതിരിക്ക് ഭയങ്കര ആൽഗ പിടിക്കുന്നതാണ്. പക്ഷെ ഇതിൽ ആൽഗ ഒന്നുമില്ല, ക്ലിയർ. അപ്പോൾ അത്ര മതി കേട്ടോ. നമുക്ക് കുറച്ച് മതി. വേനൽക്കാലമൊക്കെ അല്ലേ, വെള്ളത്തിൻ്റെ ക്ഷാമമുള്ള സമയമല്ലേ. അപ്പോൾ കുറച്ച് പൂട്ടിക്കുമാ. അപ്പോൾ കുറച്ച് അങ്ങനെ വെച്ച് കൊടുക്കാം. അധികമൊന്നും വെള്ളം അങ്ങനെ പറ്റൂല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമുക്കിങ്ങനെ മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. നമ്മളെ കുട്ടികളൊക്കെ നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. തനുനു ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പറയും. ലൈക്ക് ചെയ്യണം. ഞങ്ങളെ വീഡിയോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പോൾ എല്ലാവർക്കും ബൈ.